ആക്ടർ വിനായകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒന്നും ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളൊരു ന്യൂസ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണും. കാണാത്തവരുണ്ടെങ്കിൽ ഇതാ കണ്ടോ. വിനായകൻ ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിൽ. വിമാനത്താവളത്തിൽ വാക്കുതർക്കത്തിനിടെ CISF ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി നടൻ പറയുന്നത് CISF ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്നാണ്. പക്ഷേ അവിടുന്ന് പോലീസുകാർ പറയുന്നത് ഇയാൾ മദ്യപിച്ച് ഓഫീസേഴ്സിൻ്റെ മെക്കെട്ട് കയറി എന്നുള്ളൊരു റിപ്പോർട്ടാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. గంటల సమయంలో CISF ఇన్స్పెక్టర్ నాకు కంప్లైంట్ ఇవ్వడం జరిగింది. వాళ్ళు ఏంటంటే ఈ ఇండిగో 4:30కు వచ్చిన కొచ్చి నుంచి హైదరాబాద్ వచ్చిన ఇండిగో ఫ్లైట్లో ఈ వినాయకన్ అనే వ్యక్తి వచ్చిందో ఆయన అక్కడి నుంచి ట్రాన్సిట్లో గోవా వెళ్ళాలి. దానికి సంబంధించి అదే టైంలో అతను కొద్దిగా ఇంటాక్సికేషన్ దాంట్లో తాగి ఉండి ఆ గేట్ స్టాప్ తోటి మిస్బిహేవ్ చేసిందని వాళ్ళు అప్లోడ్ చేయడం జరిగింది. అప్లోడ్ చేసి వాళ్ళకి కంప్లైంట్ ఇచ్చి CISF వాళ్ళకి హ్యాండ్ ఓవర్ చేసింది. CISF వాళ్ళు మాకు హ్యాండ్ ఓవర్ చేసింది. మేము ఎంక్వైరీ చేసినాం. అతను కూడా ఇంటాక్సికేషన్ కండిషన్లోనే ఉన్నాడు. దానికి సంబంధించి మేము ఈ సిటీ పోలీస్ యాక్ట్ కింద కేసు నమోదు చేసుకొని అది దర్యాప్తు చేస్తున్నాం. ఉన్నాడు, మధ్యమత్తులనే ఉన్నాడు. ఇతను మలయాళ యాక్టర్. ഓക്കെ, മലയാളം ആക്ടർ വിനായകൻ എന്ന് പറഞ്ഞു നിർത്തുകയാണ് ആ പോലീസ് ഓഫീസർ. വാട്ട് യു എക്സ്പെക്ട് മോർ ഫ്രം ഹിം? പച്ചയായ മനുഷ്യൻ അതാണല്ലോ വിനായകൻ. ഇങ്ങനെ ചില പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇങ്ങനെ നമുക്ക് മാൻ തോന്നും. പക്ഷെ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പരിപാടികളായിരിക്കും. അങ്ങനെയാണ് മൂപ്പർക്ക്. അങ്ങനെ ഇന്ന സ്ഥലം, ഇന്ന സമയം അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾ എന്നൊന്നുമില്ല. സ്വന്തം ടേംസാണ് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ CISFൻ്റെ ഒക്കെ മെക്കെട്ട് കയറാൻ നിന്ന് കഴിഞ്ഞാൽ അവർ വെറുതെ വിടുക. ഒരു വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യാട്ടാ. എങ്ങനെ ഇരിക്കുന്നത്? ജയിലറിലൊക്കെ അഭിനയിച്ചതിന് ശേഷം ഈ മനുഷ്യന് കൊടൂര ഫാൻ ഫോളോയിങ് ആണ്. അത് മലയാളത്തിൽ നിന്ന് മാത്രമല്ല, ബാക്കി ലാംഗ്വേജുകളിൽ നിന്നൊക്കെ ഭയങ്കര ഫാൻ ഫോളോയിങ് ആണ് ഈ ഒരു മനുഷ്യന്. ഇത്രയും ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണം എന്നുള്ള സാധനം അതൊന്നും ഇല്ല. അങ്ങേർക്ക് വെള്ളമോ പുകയോ എന്തോ ആയിക്കോട്ട്, ഞാൻ കാണിക്കാനുള്ളത് ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. എന്തെങ്കിലും കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ പരബ്രഹ്മ ഗുരു എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഒരാൾക്കും മനസ്സിലാവാത്ത കുറേ സാധനങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് കത്തി കയറും. അത് പച്ചയ്ക്ക് നിൽക്കുമ്പോഴാണ് എങ്ങനെ. പിന്നെ അല്ലതും അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അകത്ത് ചെന്നാൽ ഇതേപോലെ ഇരിക്കും, ഇരുന്ന് അങ്ങോട്ട്. ഇതിപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. ഇത് ഇനിയിപ്പോൾ ആ എയർപോർട്ടിൽ ഇങ്ങനെ കാണിച്ചു കൂട്ടിയതിൻ്റെ വീഡിയോ ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്താണെന്നുണ്ടെങ്കിലും കറക്റ്റ് ടൈമിലാണ് ഈ വീഡിയോ ഒരാൾ പോസ്റ്റാക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. വിനായകൻ കുറച്ചു കാലമായി ഗോവയിലാണ് താമസിക്കുന്നത്. കേരളത്തിൽ നിന്ന് വിട്ട് ഗോവയിൽ ഇപ്പോൾ താമസം തുടങ്ങിയിരിക്കുകയാണ്. അതിനിടെ ഇന്ന് കൊച്ചിയിൽ എന്തോ സ്വകാര്യ ആവശ്യത്തിന് വന്ന് ഗോവയിലേക്ക് മടങ്ങും വഴിയാണ് ഹൈദരാബാദ് വഴിയുള്ള കണക്റ്റിംഗ് ഫ്ലൈറ്റിൽ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ CISFുകാരുമായിട്ട് വാക്കുതർക്കവും ഉണ്ടായെന്നും CISFുകാർ വിനായകനെ കയ്യേറ്റം ചെയ്തുവെന്നുമാണ് ഇപ്പോൾ അറിയുന്നത്. തുടർന്ന് CISF വിനായകനെ പിടിച്ച് അവിടെ ഹൈദരാബാദ് പോലീസിനെ ഏൽപ്പിക്കുകയാണെന്നു. ഇപ്പോൾ വിനായകൻ ഉള്ളത് ഹൈദരാബാദ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഈ വിമാനത്താവളത്തിന്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലാണ് വിനായകൻ ഉള്ളത്. വിനായകനെ ആ സമയത്ത് വിളിച്ചപ്പോൾ മനസ്സിലാവുന്നത്, വിനായകൻ പറയുന്നത് താൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല, എന്തിനാണ് തന്നെ കസ്റ്റഡിയിൽ എടുത്തതെന്ന് മനസ്സിലാവുന്നില്ല. വിമാനത്താവളത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഈ കാര്യം വ്യക്തമാവുമെന്നാണ് വിനായകൻ പറയുന്നത്. എന്താണ് വാക്കുതർക്കത്തിലേക്ക് കാരണമായത്, എന്താണ് കയ്യേറ്റത്തിലേക്കുള്ള കാരണമായത് എന്നൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഇപ്പോൾ വിനായകൻ ഉള്ളത് ഹൈദരാബാദ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്.
കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് വരണമെന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള വിമാനത്തിലാണ് വിനായകൻ കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് വഴി ഗോവയിലേക്കുള്ള യാത്ര തുടങ്ങിയത്. ഗോവയിലാണ് കുറച്ചു കാലമായിട്ട് വിനായകൻ താമസിക്കുന്നത്. കേരളത്തിലേക്ക് സിനിമാ ചിത്രീകരണത്തിനും മറ്റുമേ വരുന്നുള്ളൂ. അതിനൊപ്പം വിനായകന്റെ കുടുംബത്തിലെ ചില ആൾക്കാർ കൂടി കൊച്ചിയിലുണ്ട്. ഇന്ന് ഒരു സ്വകാര്യ ആവശ്യത്തിന് നാട്ടിലേക്ക് വന്നു എന്നാണ് അറിയുന്നത്. അത് കഴിഞ്ഞ് മടങ്ങിപ്പോകും വഴിയായിരുന്നു ഇതുപോലുള്ള സംഭവങ്ങൾ. ഇനിയിപ്പോ ഹൈദരാബാദിൽ നിന്നുള്ള വിവരങ്ങൾ കുറച്ചുകൂടി കിട്ടേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ വാക്ക് തർക്കം, എന്താണ് കാരണമെന്നൊക്കെ. വിനായകൻ നേരത്തെയും അനൂപ് പറഞ്ഞതുപോലെ കുറച്ചു കാലം മുൻപ് കൊച്ചിയിൽ പോലീസുകാരുമായിട്ട് ഉള്ള ബഹളത്തിന്റെ പേരിൽ, വാക്ക് തർക്കത്തിന്റെ ഒക്കെ പേരിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിലെ പ്രശ്നത്തിന്റെ പേരിൽ ഒക്കെ ഇടം പിടിച്ചിരുന്നു. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വിനായകന്റെ പേര് ഇതുപോലെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ. ഓക്കെ, അപ്പോ പോലീസുകാരായിട്ടുള്ള മൂപ്പരുടെ സ്ഥിരം കാക്കി കണ്ടു കഴിഞ്ഞാൽ ഉള്ള ചോദ്യം ചെയ്യലും കച്ചറൊക്കെ നമ്മൾ ഇതിന് മുമ്പും ഇവിടെ നാട്ടിൽ മൂപ്പര് ചെയ്തത് കണ്ടതാണ്. തെലുങ്കാനയിൽ പോയി ചെയ്തുകൊണ്ട് തെലുങ്കാന പോലീസ് പിടിച്ച അകത്തിട്ട് CISF പിടിച്ച് കൊടുത്ത്. ഓക്കെ, എന്താണെങ്കിലും വിനായകൻ്റെ അപ്ഡേറ്റ്സ് ഇനി നാളെ വരും എന്നുള്ളതാണ് പ്രതീക്ഷ. നോക്കാം. വിനായകൻ പറഞ്ഞ പോലെ CCTV ചെക്ക് ചെയ്തിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, വിനായകനായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നെന്ന് ഞാൻ പറയുന്നില്ല. ആള് പള്ളി പിടിക്കും. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഇന്ന് കണ്ടത്, തീയതി പറഞ്ഞത് ഉറക്കപ്പിച്ചിൽ. നിവിൻ പോളിക്കെതിരായ പരാതിയിൽ യുവതിയുടെ മൊഴി. ഉറക്കപ്പിച്ചിലാണോ? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ പരാതി കൊടുത്ത ലേഡി ബോധവും വിവരവും പൊക്കലവും ഉളുപ്പും ഉശുരുമില്ലേ? ഉറക്കപ്പിച്ചിലോ? ഓരോരുത്തരും ഞാൻ വീണ്ടും ആ വീഡിയോ പറഞ്ഞാലും റിപ്പീറ്റ് ചെയ്യാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ലേഡിയുടെ ലൈഫിൽ ഏറ്റവും മോശമായൊരു ഇൻസിഡൻറ്റ് ഉണ്ടായ ആ ഡേറ്റും സമയവും ഇൻസിഡൻറ്റും ഒരു കൃത്യമായിട്ട് ആലോചിച്ച് വയ്ക്കും. അല്ലാതെ ഒന്ന് ഉറങ്ങി നിൽക്കുമ്പോഴത്തേക്കും ഉറക്കപ്പിച്ചിൽ മറന്ന ഒരാളും പോകില്ല. നിങ്ങൾ ആരോടാണ് ലേഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കഷ്ടം തന്നെ. അല്ലെ, ഞാൻ പറയുന്നില്ല, ഇമാതിരി ഫേക്കോളികൾ ഇത് എന്തുവാട് ഇത്. ഇനിയിപ്പോൾ ഇവർ കണ്ടോട്ടാ, ഇവരിന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ന്യൂസിനോട് ഇവിടെ എന്താ പറഞ്ഞതെന്ന് നോക്കിക്കോ. ഞാനൊരു കറക്റ്റ് ഡേറ്റ് ഇതുവരെ പബ്ലിക്കിനോട് പറഞ്ഞിട്ടില്ല. കറക്റ്റ് ഡേറ്റ് ഞാൻ ഇവിടെ തെളിവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് വന്നത് അതുമായി യാതൊരു ബന്ധപ്പെട്ട ഒരു കേസ് അന്വേഷണത്തിനല്ല. ഞങ്ങളുടെ ഇൻകം സോഴ്സ് എങ്ങനെയാണ്, ഞങ്ങൾ എങ്ങനെയാണ് ഇത്രയും നാളും ജീവിച്ചതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ 11 തൊട്ട് ഇത്രയും സമയം വരെ ഞങ്ങളിവിടെ പിടിച്ചിരുത്തിയേക്കുന്നത്. പിന്നെ ഇത് നല്ലൊരു അട്ടിമറി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഉള്ള വിശ്വാസം മൊത്തം പോയിരിക്കുകയാണ് ഇപ്പം. കാരണം കേസിനെ പറ്റി ഒന്നും പറയുന്നുമില്ല. സുനിൽ എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ മറവിലിരിക്കുകയാണ്. പുള്ളി വന്നിട്ടില്ല. ഊന്നുകളിൽ വന്ന ഒരു സുനിലിൻ്റെ അഡ്വക്കറ്റ് എന്ന് പറഞ്ഞൊരു പുള്ളി ഇപ്പോൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഇപ്പോൾ അട്ടിമറിക്കുന്നു എന്നുള്ളൊരു സംശയത്തിലാണ് ഞാനിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അട്ടിമറിച്ചത് നിങ്ങൾ തന്നെയാണ്. ഇല്ലാത്ത കുറേ ഡേറ്റും പറഞ്ഞ് പ്രൂഫും കയ്യിലില്ല. ചോദിച്ചാൽ 2 ഫോണ് 2 സിമ്മ് ദുബായ് കേരള എന്നുള്ള വർത്താനം പറഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് ഉറങ്ങി നീപ്പിച്ചപ്പോൾ ഡേറ്റ് മാറി പറഞ്ഞു. എന്നിട്ടിപ്പോൾ പറയുന്നു അട്ടിമറിച്ചു എന്നുള്ളത്. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചത് ഇവരുടെ ഇൻകം സോഴ്സ് അറിയാനാണെങ്കിൽ ആ ഇൻകം സോഴ്സ് എനിക്കറിയാം. ഞാൻ ഈ ലേഡിയുടെ ഹസ്ബൻഡിൻ്റെ പ്രൊഫൈലിൽ ഞാൻ ആ ഇൻകം സോഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ വയ്ക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അവസാന റീലിലേക്കുള്ള ഒരുക്കമായിട്ട് ആക്രി വിൽക്കാൻ ഇറങ്ങുകയാണ്. മാർക്കറ്റ് പ്രൈസിലിട്ട് വിൽക്കാൻ നോക്കിയ ടയറും നടപടി ആയില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ വട്ടച്ചെലവിന് കയ്യിൽ കാശില്ലാത്ത സാഹചര്യം. വട്ടച്ചെലവിന് പോയിട്ട് എടുത്തോണ്ട് വന്നു, ഒന്നിനും കാശില്ല. അപ്പോൾ അതുകൊണ്ട് AK സുനിലേട്ടൻ്റെ പണിയിൽ വണ്ടറടിച്ച് ഡിങ്കോട്ടി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് താഴെ എത്തണോ? മഴയൊക്കെ മാറി സുന്ദരമായ നീലാകാശം അല്ല ആണെന്നുള്ള അക്ഷരാകാശം തെളിഞ്ഞിട്ടാണ്. മാസ്റ്റർ ബേസിലിട്ട് തട്ടിയിട്ട് അവസാനം വിൽക്കാൻ പറ്റാത്തതേ കിടക്കുന്ന അത്ര മുതലെടുത്ത് കണ്ട. ഇനി മുന്നോട്ട് പോകാൻ 5 പൈസ കയ്യിലില്ല. മൂഞ്ചി തെറ്റിയിരിക്കുകയാണ്. ആക്രി വിറ്റിട്ട് വേണം ജീവിക്കാമെന്ന് പറഞ്ഞ് യുവന്മാരെ പിടിച്ചിട്ടാണല്ലോ കൊണ്ടുപോയിട്ട് ഇവരുടെ ഇൻകം സോഴ്സ് ചോദിച്ചത് പോലീസ്. ഇൻകം സോഴ്സ് ഈ റീല് കണ്ടാൽ മനസ്സിലാവും. അല്ലാതെ എന്ത് പറയാനടി. ഞാൻ ഡേറ്റിനെ കുറിച്ച് ഇവരെന്തോ പറഞ്ഞല്ലോ. ഡേറ്റ് ചുമ്മാ അത് അന്ന് പറഞ്ഞപ്പോൾ അന്ന് ഉറക്കപ്പിച്ചിരുന്ന് പറഞ്ഞു പോയി. ആ ഡേറ്റിലാണ് ഇവരെല്ലാം പറയണത്. അപ്പോൾ ഇനി പുള്ളി പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം അവരെയാണ്. അവരത് കണ്ടുപിടിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം എൻഡ് ഓഫ് ദ ഡേ പോലീസിനാണ്. ഉറക്കപ്പിച്ചു പോലും
ആ ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിൽ എടുത്തും തിരിച്ചും മറിച്ചും ചോദിച്ചതാണ് എന്നാണ് ധ്യാനത്തിന് പോയത്. ഇപ്പം ഡേറ്റ് കറക്റ്റ് ഇരുന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇരുന്ന് ഉൾട്ടടിക്കുന്നു. നാൺമാൻ വീണ്ടും ചോദിക്കാനാ തന്നെ, നാൺമാനുണ്ടോ? അപ്പോൾ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു, ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ കൂടിയപ്പോൾ പുള്ളി പറഞ്ഞു ഇനി അവിടെ നിൽക്കേണ്ട, നാട്ടിൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി എനിക്ക് ടിക്കറ്റ് എടുത്തിട്ട് തരികയും അവിടുന്ന് ഞാൻ അപ്പോൾ ഇവർ വിടില്ല, പാസ്പോർട്ടൊക്കെ മേടിച്ചു വെക്കാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്തോ പുള്ളി പറഞ്ഞു അല്ലെ നാട്ടിൽ നീ ലോക്കായോ എന്ന് പുള്ളിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ച് ഡിസംബർ 17 ഞാൻ നാട്ടിലേക്ക് പോന്നു. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ 17 ചേർന്ന ദിവസങ്ങളിലാണോ? 17 ചേർന്ന ദിവസങ്ങളിലാണ്. തീയതികൾ ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ? 14, 15, 16 അങ്ങനെ ഉള്ള ദിവസം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്നും പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും അങ്ങനെ അതിന്റെ ലാസ്റ്റ് ദിവസങ്ങളിലാണ് ഈ ഫോം ഉണ്ടായത്. ഈ 3 ദിവസം 14, 15, 16 അല്ലെങ്കിൽ 13, 14, 15 ഈ ദിവസങ്ങളിലാണ് താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ച് കയറി പീഡിപ്പിച്ചത്. ഈ നിവിൻ പോളി 2 ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു? അതെ, ഉണ്ടായിരുന്നു. ഉറക്കപ്പിച്ചിലിരുന്ന ആളാണ് റിപ്പോർട്ടർ TV വന്നിരുന്നിട്ട് എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് കൊടുത്തത്. നിവിൻ പോളി പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞിട്ട് ഉറക്കപ്പിച്ചിൽ. അപ്പം നിവിൻ പോളി തന്നെയാണോ പീഡിപ്പിച്ചത്? അത് നിവിൻ പോളിനെ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതാണോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ നമുക്ക് തിരിച്ച് ചോദിക്കാമല്ലോ. ചോദിച്ചുകൂടെ? ഉറക്കപ്പിച്ചിൽ പുരുഷൻ്റെ പൊന്നെ. ഇനി കഴിഞ്ഞിട്ടില്ല, ഇനി മുകേഷിൻ്റെ കേസിലുണ്ട് വേറൊരു ട്വിസ്റ്റ് വരാൻ പോണത്. പരാതി തന്നെ കോടതി ചോദ്യം ചെയ്യുകയാണ്. അതായത് ഈ കേസിൽ വളരെ ഗുരുതരമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നതാണ് കോടതി ഈ ജാമ്യ ഹർജിയിലൂടെ, അതായത് ആ ഉത്തരവിലൂടെ തന്നെ കോടതി വ്യക്തമാക്കുന്നത്. പരാതിക്കാരിയുടെ മൊഴിയിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്ന ആ ആരോപണം കോടതി തള്ളുകയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമായി കോടതി പറയുന്നത് നടിയുടെ ആദ്യ മൊഴിയിൽ നിന്ന് നിർബന്ധിച്ച് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നത് വെളിവാകുന്നില്ല എന്നതാണ്. രണ്ടാമത്തെ മൊഴിയിലും ആ മൊഴിയിലെ വൈരുദ്ധ്യത്തിന് കൃത്യമായി മറുപടി നൽകാൻ ഈ നടിക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് മുകേഷ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി നൽകുന്നത്. അതിനുശേഷം 30-ാം തീയതി വീണ്ടും മൊഴിയെടുക്കുന്നു. ആ മൊഴിയെടുക്കുന്ന സമയത്ത് ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു വലിയ രീതിയിൽ. അതായത് ഇവരുടെ ആദ്യ മൊഴിയിൽ നിന്ന് പോലീസ് എടുക്കുന്ന വിശദമായ മൊഴിയിലേക്ക് വരുമ്പോൾ വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയുടെ മൊഴിയിൽ തന്നെയുള്ളത്, പരാതിക്കാരിയെ 2010 അവരുടെ ഫ്ളാറ്റിൽ നിന്ന് മുകേഷ് ഒരു പുതിയ BMW കാറിലെത്തി ആ കാറിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നതാണ്. കൂട്ടിക്കൊണ്ടുപോയി മുകേഷിന്റെ മരടിലെ വില്ലയിൽ എത്തിച്ച് അവിടെ വെച്ചാണ് ഈ പീഡിപ്പിച്ചുവെന്ന് ഇവർ പരാതിയായി പറയുന്നത്. അതിനുശേഷം അന്നേ ദിവസം തന്നെ മുകേഷ് തന്നെയാണ് അവരെ കാറിൽ തിരിച്ച് അവരുടെ ആലുവയിലെ ഫ്ളാറ്റിൽ കൊണ്ടുവന്ന് വിടുന്നത്. ഇതിൽ എവിടെയാണ് ഒരു നിർബന്ധിത ലൈംഗിക പീഡനം വെളിവാകുന്നത് എന്നതാണ് കോടതി ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. 2010 ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം 2022 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് പരാതിക്കാരി ഒരു വാട്സപ്പ് സന്ദേശം അയക്കുന്നുണ്ട്. അതും കോടതി ഈ ഉത്തരവിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിനെല്ലാം ശേഷം കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ പുതുവത്സര ആശംസകൾ നേർന്ന് ഈ നടി മുകേഷിന് ഒരു ആശംസാ സന്ദേശവും അയക്കുന്നുണ്ട്. ഇതൊക്കെ ഈ കേസിൽ ഈ നടി ഉന്നയിച്ച പരാതിക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ്. കോടതി ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പരാതിക്കാരിയായ നടി ഒരു നിയമ ബിരുദധാരിയാണ്. അവർ ലോ പ്രാക്ടീസ് ചെയ്തിരുന്നയാളാണ്. അവർക്ക് സാധാരണ നിയമവശങ്ങൾ അറിയില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്ന ചോദ്യം കൂടി കോടതി ഇവിടെ ഉയർത്തുകയാണ്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ, കോടതി ഉന്നയിച്ചിരിക്കുന്ന സംശയങ്ങൾ, കോടതിക്ക് തോന്നിയിരിക്കുന്ന വൈരുദ്ധ്യങ്ങൾ, അതെല്ലാം തന്നെ ഈ കേസിൽ വലിയ തിരിച്ചടിയായി ഭാവിയിൽ മാറും. സ്വാഭാവികമായും മുകേഷ് ഈ കുറ്റപത്രം നൽകുകയാണെങ്കിൽ ആ കുറ്റപത്രത്തെ തന്നെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം പോലീസിന് കൃത്യമായ ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ പോലീസിന് മുന്നോട്ട് നീങ്ങാൻ കഴിയൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ നടിയുടെ ആദ്യ മൊഴിയിലും പിന്നീടുള്ള മൊഴികളിലും വലിയ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് കോടതി വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെല്ലാം കൃത്യമായി ഒരു ഉത്തരം കണ്ടെത്തുക എന്നത് പോലീസിനും വലിയൊരു തലവേദനയായി മാറാൻ പോവുകയാണ് ഈ കേസ്. 2010 ആ ഒരു ഇൻസിഡന്റ് അവർക്ക് ഉണ്ടായി മുകേഷിൽ നിന്ന്. പിന്നെ അവർ കുറേ ഒരു 10 കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് പൈസ വൈകി 1 ലക്ഷം രൂപ.
അപ്പം അത് പ്രൂഫ് ഉണ്ടോ ഇല്ലേ, അത് സബ്മിറ്റ് ചെയ്തോ മുകേഷ് എന്നുള്ളത് അറിയാൻ പാടില്ല. അതായത് കോടതിയിൽ അങ്ങനെ ഒരു സാധനം ഇപ്പോൾ പറഞ്ഞു കേട്ടോണ്ടാണ്. പിന്നെ വിശ്വസായിക്കോ ഇനി അറിയാൻ പാടില്ലടേ. ഒരു വ്യക്തി ഇപ്പം നേരത്തെ പറഞ്ഞു പീഡനം അനുഭവിച്ച ഡേറ്റും സമയവും അറിയില്ല, ഉറക്കപ്പിച്ചിട്ട് മറന്നുപോയി. ഇപ്പം പറയുന്നു വളരെ മോശമായി എന്നോട് ബിഹേവ് ചെയ്തു ഒരു വ്യക്തി. പക്ഷെ ആ വ്യക്തിക്ക് ഞാൻ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ഓണം, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ബർത്ത്ഡേ ഞാൻ അയക്കും. എടീ നമുക്കൊരാളുടെ ഇന്നൊരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായാൽ പിന്നെ അയാളെ ബ്ലോക്ക് ചെയ്ത് പോവുക, പിന്നെ അയാളെ ഇഗ്നോർ ചെയ്ത് വിടുക, അല്ലെങ്കിൽ നിയമപരമായിട്ട് അയാൾക്കെതിരെ കേസ് കൊടുക്കുക വേണ്ട ലൈഫിൽ തന്നെ ചിന്തിക്കൂ. അങ്ങനെയല്ലേ അതല്ലേ സംഗതി. ഇപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയച്ചപ്പോൾ പോയതാണ്. അങ്ങനെ അതായിരിക്കും ഉത്തരം. 1,00,000 രൂപയും ചിലപ്പോൾ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിച്ചതായിരിക്കും എല്ലാവരോടും. ആരെങ്കിലും എന്തെങ്കിലും ആണെങ്കിൽ തന്നോട്ടെ എന്നിട്ട് ഇത് ആഡ് ചെയ്ത്. കുറേ ജെനുവിൻ കേസസ് ഉണ്ട്, കുറേ അട്ടർ ഫേക്ക് സാധനങ്ങളും ഉണ്ട്. അട്ടർ ഫേക്ക് സാധനങ്ങൾ പൊളിഞ്ഞ് കയ്യിൽ 4 പേപ്പറായിട്ടിരിക്കും. നാട്ടുകാർ ഒരു രീതിയും വിടാതെ ട്രോളും, അന്യായ ട്രോളും കിട്ടും നാട്ടുകാർ. മനസ്സിലായില്ല? അതുകൊണ്ട് ദയവേത് ജെനുവിൻ കേസസ് മാത്രം ഓഡിറ്റ് ചെയ്ത് അഡ്രസ്സ് ചെയ്യുക. അല്ലാതെ വരുന്ന ഇങ്ങനത്തെ ഫേക്ക് സാധനങ്ങൾ പോലീസുകാരനെ പിടിച്ചെന്താ അറിയോ, തിരിച്ച് അങ്ങോട്ടൊരു കേസ് ഇട്ട് കൊടുക്കുക ആണ് ചെയ്യേണ്ടത്. പിന്നെ വിനായകൻ നാളാകുമ്പോഴത്തേക്ക് അറിയാം വിനായകനെ കാട്ടിക്കൂട്ടിയെന്ന് വീഡിയോ ചിലപ്പോൾ വന്നാൽ വരും, പറയാൻ പറ്റൂല. കാരണം അങ്ങനെ നമുക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാം, എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ് ആണ് വിനായകൻ. എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി നടക്കും.